ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, വളരെ കൃത്യമായി പറയണം. അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അതായത് പഹൽഗാമിൽ ആക്രമണമുണ്ടായി, 26 ഇന്ത്യൻ സഹോദരങ്ങളെ കൊന്നപ്പോൾ കലീമ ചൊല്ലാൻ അറിയാവുമെന്നും അല്ലെങ്കിൽ പല പുരുഷന്മാരുടെയും പാൻറ്റും മുണ്ടുമൊക്കെ മാറ്റി നോക്കുന്ന, അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കൊന്ന കഥയുണ്ട്. പക്ഷെ അതിനെതിരെ, അതാണ് പറയാനല്ല ഞാനിത് പറഞ്ഞു, അതിനെതിരെ മുസ്ലിം സഹോദരങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ ഹൈദരാബാദിലും ഡൽഹിയിലും കാശ്മീരിലും പഹൽഗാമിലും ഇറങ്ങി വന്ദേ മാതരവും ജനഗണമനയും പാടി. അതും മുസ്ലിങ്ങളാണ്. ഇവിടെ മറ്റൊരു കഥ വരുന്നു. എനിക്ക് കൂടി പരിചയമുള്ള നെടുമങ്ങാടുള്ള ഒരു വനിത, ഒരു ഹിന്ദു വനിത, ഒരു ഹിന്ദു സ്ത്രീ, അവർ ഒരു സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു മുസ്ലിം ഒരാളിനെ പരിചയപ്പെടുന്നു. അദ്ദേഹവുമായി വിദേശത്ത് പോകുന്നു. അവരുടെ അമ്മയുടെ മകൻ, അയാളുടെ അല്ല, ആൺ സുഹൃത്തിൻ്റെ അല്ല, ആൺ സുഹൃത്തിൻ്റെ പറയുന്നത് ഭർത്താവ് പോലും അല്ല, അമ്മയുടെ മകൻ 16 വയസ്സുകാരൻ്റെ FIR പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദിയെ കൊന്നാൽ ഈ രാജ്യം രക്ഷപ്പെടും, നരേന്ദ്രമോദിയെ കൊന്നാൽ ഈ രാജ്യം രക്ഷപ്പെടില്ല എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊന്നാൽ ഈ രാജ്യം രക്ഷപ്പെടുമെന്നൊരു 16 വയസ്സുകാരായ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞ്, ചെറുപ്പക്കാരനെന്ന് പറയാനില്ല, ഒരു കുട്ടി പറയുകയാണെങ്കിൽ അത് വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ടി വരും. ഇതിന് സമാനമായിട്ടാണ് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ, എന്തായാലും നോർത്ത് കേരളത്തിലാണ്, വടക്കൻ കേരളത്തിലാണ്, ഒരു ബാനർ പിടിച്ചുകൊണ്ട് കുറേ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും വിളിച്ച ബാനറിൽ എഴുതിയിരിക്കുന്നതെന്നറിയാവോ? നരേന്ദ്രമോദി, ഇന്ത്യ നിൻ്റെ തന്തയുടെ വകയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം തിരഞ്ഞെടുപ്പിലൂടെയാണ് വന്നത്. നമുക്കിഷ്ടമില്ല എന്ന് വിചാരിച്ച്, നെഹ്റുവിന് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച്, കോൺഗ്രസിന് ഇഷ്ടമല്ല, നെഹ്റുവിനെ പറയാൻ നമുക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ പറയാൻ പറ്റത്തില്ല, രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ പറയാൻ പറ്റത്തില്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നമുക്ക് ഇഷ്ടം കാണത്തില്ല, പക്ഷേ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നമുക്ക് തെറി പറയാൻ പറ്റത്തില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഉണ്ടാക്കി നമുക്ക് ആ വ്യക്തി എന്നുള്ളതിൽ അവരെ തെറി പറയാം, പക്ഷേ പ്രധാനമന്ത്രിയെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ രാജ്യത്ത് ആരാണ് ദേശസ്നേഹം പഠിപ്പിക്കേണ്ടത്? ആരാണ് ദേശസ്നേഹി? ഈ രാജ്യത്തെ കുട്ടികൾക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അറിഞ്ഞും കൂടാ, അത് പോട്ടെ, മുഖ്യമന്ത്രിയെ കൊന്നാൽ, പ്രധാനമന്ത്രിയെ കൊന്നാൽ ഈ രാജ്യം രക്ഷപ്പെടുമെന്നും അവരെ കൊല്ലലാണ് രീതി എന്ന് പറഞ്ഞാൽ, ആ 16 വയസ്സുകാരൻ 36 വയസ്സായാൽ അവൻ്റെ മനസ്സിൽ കയറുന്ന എന്താണ്? ആ കുരുന്നിങ്ങനെ വളർന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ കുത്തിവെക്കുന്നത് മറ്റു കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചും കബഡി കളിച്ചും ഖോഖോ കളിച്ചും ഓട്ടവും ചാട്ടവുമായി വളരെ മനോഹരമായ ഐസ്ക്രീമും എല്ലാ മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് സിനിമയും എന്താ പറയുക വാട്സപ്പിലൊക്കെ കളിച്ച് നടക്കേണ്ടെന്ന്, അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതി പാസ്സാകേണ്ടുന്ന ഒരു കുട്ടി, അവൻ്റെ FIRൽ അവൻ പറഞ്ഞിരിക്കുന്നു, പുറത്ത് അവൻ്റെ മൊഴിയായിട്ട് വന്നിരിക്കുന്നു, അവൻ ആരെന്ന് പോലും അറിയത്തില്ല. നരേന്ദ്രമോദി ഏത് പാർട്ടി എന്നറിയത്തില്ല, BJP ആണോ, സംഘപരിവാർ, ഇതൊന്നും അറിയാനുള്ള പ്രായമായില്ലല്ലോ. ഇനി അവനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷേ എന്തായാലും 16 വയസ്സായ ഒരു കുട്ടി ഇത് പറയുന്നു, അപ്പുറത്ത് ഇത് പറയുന്നു. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയട്ടെ, അതുപോലെ കേരള സമൂഹത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് വളരെ ഉത്തരവാദിത്വത്തോട് പറയട്ടെ, അതുപോലെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് പറയട്ടെ, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് പറയട്ടെ, നമുക്ക് രാഷ്ട്രീയമാകാം, രാഷ്ട്രം പ്രധാനമാണ്. രാഷ്ട്രത്തെ വിട്ടുകൊണ്ടുള്ള കളി കളിക്കുന്നിടത്ത് വലിയ കുഴപ്പമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾ വളർന്നു വന്നാൽ അത് വലിയ കലാപത്തിലേക്ക് പോകും, വലിയ രൂപത്തിലേക്കായിരിക്കും രാജ്യത്ത് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ, ഇനി ആര് ഭരിച്ചോട്ടെ, ആരായിക്കോട്ടെ ഇവിടെ പ്രധാനമന്ത്രി, ഇവിടെ എന്ത് പ്രശ്നം വന്നോട്ടെ, പൗരത്വമോ SIR എന്ത് പ്രശ്നം വന്നോട്ടെ, നോട്ട് നിരോധനമോ എന്തോ വന്നോട്ടെ, പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്യാൻ ആരായാലും, ആയാലും, നാളെ രാഹുൽ ഗാന്ധി വന്നാലും, സോണിയാഗാന്ധി വന്നാലും, ഇനി KS വേണുഗോപാൽ വന്നാലും, അതേപോലെ കോൺഗ്രസിൻ്റെ വേറെന്നത് ആര് വന്നാലും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇന്ത്യൻ പ്രസിഡന്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഭരണഘടനയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മുടെ സംവിധാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തില്ലെങ്കിൽ കൊടിയ ആപത്തിലേക്ക് പോകും ഭാരതവും കേരളവും ഒക്കെ. അതിൻ്റെ വിളനിലമായി കേരളം മാറരുത്. കേരള സ്റ്റോറികൾ ഇനിയും കേരളത്തിൽ ഒരുപാട് ഉണ്ടാക്കരുത്. നേരത്തെ ലവ് ജിഹാദിൻ്റെ പേരിലാണ് കേരള സ്റ്റോറി ഉണ്ടായതെങ്കിൽ ISISൻ്റെ പേരിൽ പുതിയൊരു സ്റ്റോറി ഉണ്ടാകാതിരിക്കട്ടെ.